ഇന്ന് നിലവേലിൽ കേരളം കണ്ടത് സർക്കാർ ഗവർണർ പോരിന്റെ ഒടുവിലത്തെ അധ്യായമാണോ? 2 മണിക്കൂർ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്ക് അന്ത്യമായത് ഗവർണറുടെ പിടിവാശിക്ക് മുന്നിൽ പോലീസ് വഴങ്ങിയപ്പോഴാണ്. ചാൻസലർക്കെതിരെ SFI നടത്തുന്ന സമരത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ ചൊടിപ്പിച്ചത് എന്താണ്? ജനാധിപത്യം വെടിഞ്ഞ് അക്രമത്തിന്റെ പാത സ്വീകരിച്ചിരുന്നു SFI. പാതി വഴിയിലിറങ്ങി പരിഭവിച്ച് പിടിവാശി കാണിക്കുന്ന ഗവർണർ പദവി മറക്കുന്നു. കേരളത്തിന്റെ ക്രമസമാധാനം തകർന്നു. പരിധി വിടുന്ന പോര് പറയുന്നത് എന്താണ്? ഈ വിഷയമാണ് നമ്മൾ വരുന്ന അരമണിക്കൂറിൽ സംസാരിക്കാൻ പോകുന്നത്. SFIയെ പ്രതിനിധീകരിച്ച ഹസൻ മുബാറക്കും BJPയെ പ്രതിനിധീകരിച്ച പ്രിൻജു മഹാദേവ് ആഗ്നേയുമാണ് നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. ഇരുവർക്കും സ്വാഗതം. ആദ്യം പ്രിൻജു, കേരളം സമര ചരിത്രങ്ങളുടെ നാടാണ്, സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ മണ്ണാണ്. അങ്ങനെ ഉണ്ടായ ഒരു മണ്ണാണ് കേരളം. അപ്പോൾ ഒരു പ്രതിഷേധം വരുമ്പോൾ, പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു ഗവർണർ ഇന്ന് പെരുമാറിയത് പോലെയാണോ പെരുമാറിയത്? പ്രിൻറ്റുവിന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ഗവർണർ പെരുമാറിയത് കണ്ടിട്ടുണ്ട് വേറെ ഏത് സംസ്ഥാനത്തിലെങ്കിലും? അല്ല മാഡം, ഈ SFIയുടെ ഈ സമരം തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ളൊരു സമരമാണ്. ആ സമരത്തെ ഏതു രീതിയിലാണ് ഗവർണർ നേരിട്ടതെന്ന് നമ്മൾ കണ്ടു. ഇവിടെ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഗവർണർക്കെതിരെയുള്ള ആസൂത്രിത സമരം CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. നമ്മൾ നോക്കൂ, ഇവിടെ ഭരണഘടനാ പദവി പ്രകാരം ഇന്ത്യയിൽ 3-ാം സ്ഥാനത്താണ് ഗവർണറുടെ പദവി. ആ ഗവർണറെ തെരുവിലിട്ടുകൊണ്ട് വേട്ടപ്പട്ടികളെ പോലെ ഒരു സംഘം ഗവർണറെ ആക്രമിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. തികച്ചും ജനാധിപത്യ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ആ പ്രതിഷേധം. വേട്ടപ്പട്ടിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെവിടെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? ഗവർണറുടെ വാഹനം പാസ് ചെയ്യുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നതിനുമാണ് താങ്കൾ ഈ വേട്ടപ്പട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നത്? അല്ല മാഡം, നമ്മളറിയാലോ, ഡിസംബർ 10-ാം തീയതി SFIക്കാർ ഗവർണർക്കെതിരെയുള്ള സമരം പ്രത്യക്ഷമായിട്ട് ആരംഭിച്ചത് അന്നാണല്ലോ. ആ 10-ാം തീയതി നമ്മൾ കണ്ടല്ലോ, ഇവിടുത്തെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ഗവർണർ വരുന്ന വിവരങ്ങൾ ചോർത്തി നൽകിക്കൊണ്ട് പ്രോട്ടോകോൾ വാഹനങ്ങൾ നിർത്തിക്കൊണ്ട് SFIയുടെ ക്രിമിനൽ സംഘത്തിന് ഗവർണറെ ആക്രമിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ആ ഒരുക്കുന്ന സമയത്ത് സ്വാഭാവികമായി നോക്കൂ, ഇവിടുത്തെ ഈ ഭരണഘടനത്തിലെ തലവിന് പോലും ഈ കേരളത്തിൽ രക്ഷയില്ല എന്നത് സാഹചര്യമാണുള്ളത്. സത്യത്തിൽ ഇവിടെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ വലിയൊരു പരാജയം മാറിയിരിക്കുന്നു. ഇത് 2 മാസമായി ഈ ഗവർണറെ നിരന്തരമായിട്ട് ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സമരം, ഈ ഗവർണർക്കെതിരെയുള്ള സമരം CPMന്റെ അറിവോട് അല്ലെങ്കിൽ നമുക്കറിയാലോ, ഗവർണർ നിയമസഭയിൽ വന്നല്ലോ, നമ്മളെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ നയപ്രഖ്യാപനവുമായി വന്ന സമയത്ത് വന്നല്ലോ. അന്ന് എന്താ SFIയുടെ പ്രതിഷേധം നമ്മൾ കണ്ടില്ലല്ലോ. SFI പ്രതിഷേധിക്കുന്നത് ഗവർണർക്കെതിരെയല്ല, ചാൻസലർക്കെതിരെയാണ്. നിയമസഭയിലേക്ക് നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അങ്ങനെയല്ല, എങ്ങനെ മേഡം, അതിനെന്ത് ലോജിക്കാണുള്ളത്? ഞങ്ങളുടെ സമരം ഭാരതത്തിനെതിരല്ല ഇന്ത്യക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരല്ല ഭാരതത്തിനാണെന്ന് പറയുന്ന പോലെ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനകത്തൊരു ലോജിക്ക് കാണുന്നില്ല. പദവി രണ്ടും വഹിക്കുന്ന ഒരാളല്ലേ, ഒരാളാണല്ലോ. ഗവർണറും ചാൻസലറും 2 വ്യക്തിത്വങ്ങളൊന്നുമല്ലോ. ഇത് സത്യത്തിൽ CPMകാർ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ചാൻസലർമാർ എന്ന് പറയുന്നവർ AKG സെന്ററിൽ നിന്ന് നിയമിക്കുന്ന ലിസ്റ്റ് വായിച്ച് അത് അപ്രൂവൽ കൊടുക്കുന്ന ആളുകളായിരുന്നു. അതിന് തന്നെ കിട്ടില്ല എന്ന് ഉറച്ച പ്രഖ്യാപനം നടത്തിയതിൻ്റെ കെറിവാണ് ഇവർ ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇത്തരത്തിലുള്ള ആഭാസ സമരങ്ങൾ അവസാനിപ്പിക്കുന്നതായിരിക്കും SFIക്കും ഇടതുപക്ഷത്തിനുമൊക്കെ നല്ലത്. നിങ്ങൾ ഭരണഘടനാ പദവിയിരിക്കുന്ന ഒരാൾക്ക് നേരെയാണ്. മടങ്ങി വരാം. ശ്രീ ഹസൻ മുബാറക്, നോക്കൂ, BJP ആകട്ടെ ഇപ്പോൾ ഈ ഗവർണർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സമയത്ത് തന്നെ കേന്ദ്രമന്ത്രി V മുരളീധരന്റെ ഒക്കെ പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സെറ്റ് ചെയ്യുന്ന നെറേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ സംസ്ഥാനത്ത്, കേരളത്തിൽ ക്രമസമാധാന തകർച്ചയുണ്ട്. ഗവർണർ എന്ന് പറയുന്ന സെറ്റ് കാറ്റഗറി സുരക്ഷയുള്ള വ്യക്തിക്ക് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല. അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്നുള്ളതാണ്. ആ രീതിയിൽ ചോദിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം, മറ്റൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസും KSUം നടത്തി വന്നിരുന്നു നവകേരള യാത്രയുടെ സമയത്ത്. ഇന്ന് ഗവർണർ ചോദിച്ച ചോദ്യത്തിൽ പ്രസക്തമായി നിൽക്കുന്ന ഭാഗം, ഇത് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എവിടെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തില്ലേ നിങ്ങളുടെ പോലീസ് എന്നാണ്. അതുമായിട്ടാണ് ഗവർണർ താരതമ്യം ചെയ്യുന്നത്. അല്ല, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കിവിടെ SFIക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ മാതൃഭൂമി ചാനൽ തന്നെ കൃത്യമായി ഇന്ന് കൊല്ലത്ത് നടന്ന പ്രതിഷേധ സമരങ്ങളുടെ വിഷ്വൽസ് വളരെ കൃത്യമായിട്ട് നിങ്ങളിവിടെ ചിത്രീകരിക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള BJPയുടെ പ്രതിനിധി ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള ഒരു സമരമാണ് SFI നടത്തുന്നു എന്നുള്ളതാണ്. എവിടെയാണ് ഈ സമരത്തിനകത്ത് ജനാധിപത്യ വിരുദ്ധത?
നോക്കൂ, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വിഷയങ്ങളിലും സമരം ചെയ്യുന്ന നിരവധിയാർന്ന സമരങ്ങൾ രാജ്യത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFI കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു ചാൻസലർ അയാളുടെ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ടാണ് SFI സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാൻസലർക്കെതിരായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് SFI സമരം ആരംഭിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരേ സമയത്ത് കേരളത്തിൽ രണ്ട് തരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടു. രണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങൾ. ഒന്ന് യൂത്ത് കോൺഗ്രസ് നടത്തുന്നു, ഒന്ന് SFI നടത്തുന്നു. ഒന്ന് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നു, SFI ഗവർണർക്കെതിരെ നടത്തുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തുമ്പോൾ ഷൂ എറിഞ്ഞാൽ വധശ്രമത്തിനാണ് കേസെടുക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ, മുദ്രാവാക്യം വിളിച്ചാൽ, ആ ഭിന്നശേഷിക്കാരനെതിരെയൊക്കെ എത്ര ക്രൂരമായാണ് മർദ്ദിച്ചത്. അതെന്താണ് അവിടെ ഇരട്ടത്താപ്പ്? അല്ല, അതുമായി ബന്ധപ്പെട്ട് ഇരട്ടത്താപ്പുമല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഷൂ എറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷൂ എറിഞ്ഞതുമായി ബന്ധപ്പെട്ട വകുപ്പിലുള്ള കേസുകൾ എടുക്കും. ഇവിടെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നുണ്ട്, കരിങ്കൊടി കാണിക്കുന്നുണ്ട്. എന്തേ സമരം ചെയ്യാൻ പാടില്ല എന്ന് ഏതെങ്കിലും നിലപാട് ഇവിടെ സ്വീകരിക്കുന്നുണ്ടോ? അല്ല, സമരം ചെയ്തവരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് കേരളം കണ്ടതല്ലേ. ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന പുതിയൊരു വാക്ക് കേരളത്തിന് നൽകിയല്ലേ നവകേരള യാത്ര അവസാനിച്ചത്. അല്ല, അതുമായി ബന്ധപ്പെട്ട് ആ സമരവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ ഭരണത്തിലിരിക്കുന്ന സംവിധാനങ്ങൾക്കെതിരായും മറ്റും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിഷയങ്ങളിലും കേരളത്തിനകത്ത് ഉടനീളം സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരിങ്കൊടി കാണിക്കുന്നുണ്ട്, ലാത്തി ചാർജുകൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല വിഷയങ്ങളും ഗ്രനേഡ് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. സമരങ്ങളുടെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിലെ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. അതിൽ ഇന്ന ആളുകൾ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇന്ന് ഈ ഗവർണർ പിടിവാശി പിടിച്ച് FIR-ന്റെ പകർപ്പ് കാണാതെ ഞാൻ മടങ്ങി പോകില്ല എന്ന് റൂറൽ പോലീസ് വളരെ പെട്ടെന്ന് അവിടെ FIR എത്തിച്ചു. 17 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവർക്കെതിരെ പറ്റാവുന്ന കുറ്റങ്ങളൊക്കെ ചുമത്തി. ഇതേ അംഗരക്ഷകർ, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ അതിക്രമം കാണിച്ചപ്പോൾ കോടതി ഇടപെട്ടിട്ട് പോലും ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് നോട്ടീസ് നൽകിയിട്ടുള്ളൂ. മുന്നോട്ട് പോയിട്ടില്ല. 1.5 മാസം കഴിഞ്ഞു. നമ്മുടെ ചർച്ച ഇന്നിപ്പോ ഗവർണർ നടത്തിയപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കണ്ടു, ഗവർണർ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ആരാണ് ഇവിടെ ഇന്ന് നിലവിൽ കാണുന്ന പ്രോട്ടോകോൾ ലംഘനം കൃത്യമായി നടത്തിയത് ആരാണ്? ഇവിടെ വിദ്യാർത്ഥികൾ റോഡിനൊരു വശത്ത് നിന്ന് സമരം ചെയ്യുമ്പോൾ ആ കാറ് നിർത്തി ഒരു തെരുവ് കൊണ്ടയെ പോലെ ഇറങ്ങി വന്ന് വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ കയ്യോങ്ങുന്ന ഒരു ഗവർണറെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള സമരത്തിൽ പിണറായി വിജയൻ വാഹനത്തിൽ നിന്നിറങ്ങി സമരക്കാരെ കൈകാര്യം ചെയ്യാൻ കൈവീശുകയും തെറി വിളിക്കുകയും തെമ്മാടിത്തരം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ നിങ്ങൾ കാണുന്നുണ്ടായോ? ഇപ്പൊ നമ്മൾ എന്താ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഗവർണർ ഒരു സമരം നടക്കുന്നതിനിടയിലേക്ക് ഗവർണറുടെ പ്രോട്ടോകോളിനെ കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തത്? ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾ ഗവർണർ തന്നെ ലംഘിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ പറയുന്നുണ്ടല്ലോ, ഗവർണർ അയാളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സഹകരിക്കാതെ പ്രോട്ടോകോൾ ലംഘനം നടത്തി ക്രമസമാധാനം തകർന്നു എന്ന് RSSന്റെ നയവും നിലപാടും കേരളത്തിൽ നടപ്പിലാക്കാൻ തെരുവിലിറങ്ങി. നിങ്ങൾ ആ ചിത്രങ്ങൾ സൂക്ഷിച്ച് സൂം ചെയ്ത് കാണിക്ക്. കൈ ഉയർത്തി തല്ലാൻ വേണ്ടി ഓങ്ങുകയാണ് ഒരു ഗവർണർ. കേരളത്തിലും ഇന്ത്യയിലും നിരവധിയാർന്ന സംസ്ഥാനങ്ങളിൽ എത്ര ഗവർണർമാരിരുന്നിട്ടുണ്ട്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായി കേന്ദ്രത്തിലുള്ള ഭരണക്കാർ ഉപയോഗിക്കുന്ന ഗവർണർമാർ പല സംസ്ഥാനത്തിരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലില്ലേ, പഞ്ചാബിലില്ലേ, എല്ലാ സ്ഥലങ്ങളിലുണ്ട്. ഇവിടെയൊക്കെ ഗവർണർമാരുണ്ട്. കേരള ചരിത്രത്തിലും ഗവർണർമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു തെരുവുകുണ്ടക്ക് സമാനമായ രീതിയിലേക്ക് ഏറ്റവും മഹനീയമായ ഇരിക്കേണ്ട ഒരു വ്യക്തി കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചാനലുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രിന്റു, നോക്കിപ്പോ SFI ഉയർത്തുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ പ്രിന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ സർക്കാർ സ്പോൺസേർഡ് സമരമാണ്, സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് SFI പ്രവർത്തകർ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇന്ന് നിലമേലിൽ ഗവർണർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചപ്പോൾ ഗവർണറെ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ ഗവർണർക്ക് FIR-ന്റെ കോപ്പി വായിക്കാൻ ആരാണ് ഓടിയെത്തിയത്? BJP നേതാക്കൾ. അപ്പോൾ എവിടെയാണ് രാഷ്ട്രീയമില്ലാത്തത്? അല്ല, അതിനകത്ത് മേഡം ഒന്ന് മനസ്സിലാക്കണം. ഗവർണറെ ഈ ഡിസംബർ 11-ാം തീയതി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കാർ ആക്രമിക്കുന്നുണ്ട് മേഡം. നമ്മൾ നോക്കണം, ഭരണഘടനാ പദവി അനുസരിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരുവിൽ വെച്ച് ഒരു ഗവർണറുടെ കാറ് ഒരു പറ്റം ക്രിമിനലുകൾ ആക്രമിക്കുന്നത്. ആ ഒരു സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അതിനുശേഷം നോക്കൂ, ഗവർണർ ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നില്ല. ബംഗാളില് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് അവിടെയുള്ള ഗവർണറെ തിരിച്ചു പോയിട്ടുണ്ട് ഒരു കോളേജിലേക്ക് വന്നപ്പോൾ. അത് വേറെ കാര്യം, അത് വേറെ വിഷയം. ആ കാർ ആക്രമിച്ചിട്ടില്ലേ മേഡം? കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആ ചടങ്ങിലേക്ക് പോലും ഗവർണർക്ക് പോകാൻ പറ്റില്ല. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നയപ്രഖ്യാപനമൊക്കെ നടക്കുന്ന സമയത്ത് നിയമസഭയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ മേഡം. പ്രതിഷേധങ്ങളാവാം. പ്രതിഷേധങ്ങളെ നമുക്ക് കേരളം എന്ന് പറയുന്ന ജനാധിപത്യ രീതിയിൽ പ്രതിഷേധങ്ങൾ കണ്ട ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ. പക്ഷെ പ്രതിഷേധത്തിന് ആരൊക്കെയാണ് അതിർവരമ്പുകളുണ്ട്. അതിർവരമ്പുകൾ ലംഘിക്കപ്പെടും.
മെനക്കെടുമ്പോഴാണ് ഗവർണർക്ക് തന്റെ സുരക്ഷ സ്വയം അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എവിടെ ഇവിടുത്തെ SP എവിടെയാണ്? നിങ്ങൾ ഈ ആളുകളെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നോക്കൂ. നിങ്ങളെ കാറിൽ തന്നെ വിഷ്വലിൽ കാണാലോ. ഈ ഗവർണറുടെ കാറിനോട് എത്ര ചേർന്നിട്ടാണ് ഈ SFI ആളുകൾ നിൽക്കുന്നത്. നമുക്കറിയാലോ, നവകേരള സദസ്സ് നടന്നല്ലോ. പിണറായി വിജയൻ പോകുന്ന 1 കിലോമീറ്റർ പരിധിയിൽ ഏതെങ്കിലും പ്രതിഷേധക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? പ്രതിഷേധിച്ചവരോട് നമുക്കറിയാം 2 രീതിയിലുള്ള സമീപനമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഒന്ന് പോലീസിന്റെ രീതിയിൽ, ഒന്ന് ഇവിടുത്തെ DYFIയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനം. അപ്പം നോക്കി, സത്യത്തിൽ ആർക്ക് സംരക്ഷണം കൊടുക്കണം, ആർക്ക് സംരക്ഷണം കൊടുക്കേണ്ട എന്ന് ഇവിടുത്തെ കൃത്യമായിട്ട് സർക്കാരിനറിയാം. ഞങ്ങൾക്കിത് സത്യത്തിൽ SFIക്കാർ എന്ന് പറയുന്ന സത്യത്തിൽ ഇവരെ കൊണ്ട് ഈ ചുടുചോറ് മാന്തിക്കുകയാണ്. ഇതിന് ഉത്തരവാദിത്തം ഇവിടുത്തെ ഇടതുപക്ഷത്തിനും പിണറായി വിജയനാണ്, ഒരു സംശയം വേണ്ട. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പരാജയമാണ്. കേരളത്തിൽ ഗവർണർക്ക് പോലും സ്വസ്ഥവും ശാന്തവുമായിട്ട് നമ്മളെല്ലാവരും ഗവർണറുടെ പദവിയെ കാണുന്ന ഒരു രീതിയുണ്ട്. അതൊരു ഭരണഘടനാ പദവിയാണ്. ഇപ്പം പ്രിന്റ് പറഞ്ഞ പോലെ അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്, ബാനർ ഉയർത്തിയിട്ടുണ്ട്, സംഗീത് ചാൻസലർ യു ആർ നോട്ട് വെൽക്കം എന്ന കരിങ്കൊടി ഉയർത്തിയിട്ടുണ്ട്. എല്ലാം ശരിയാണ്, എല്ലാം ശരി. പക്ഷേ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അവിടെ അങ്ങനെ കുത്തിയിരിക്കേണ്ട ആവശ്യം ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നു? അതെന്ത് മെസ്സേജാണ് നൽകുന്നത്? നോക്കൂ, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കൂ, കേന്ദ്രമന്ത്രിയെ വിളിക്കൂ നിങ്ങൾ എന്നൊക്കെ പറയേണ്ട ആവശ്യം. അത്രത്തോളം വലിയൊരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു, അത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു. ആ ഗവർണർ എത്തി ആ സമയത്തിനുള്ളിൽ തന്നെ അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ പ്രവർത്തകരെയും പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗവർണറുടെ പ്രശ്നം എന്താണ്? പോലീസ് ബസ് വന്നില്ല ഇവരെ കൊണ്ടുപോകാൻ എന്നാണ്, ജീപ്പിലാണ് കൊണ്ടുപോയത്. അത് രാജകീയം. എങ്ങനെയും എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളെ മാറ്റുക എന്നതല്ലേ അപ്പോൾ പോലീസ് സ്വീകരിക്കേണ്ടതായ? അങ്ങനെയല്ല മേഡം. ഇവിടെ ഗവർണർ അന്ന് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമെന്നും ആ റൂട്ടിലൂടെയാണ് പോവുക എന്ന് കൃത്യമായിട്ട് SPക്ക് അറിയാലോ. ഈ ഗവർണർ വരുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പാണോ SP ഈ സമരക്കാരെ പിടിച്ചു വെക്കേണ്ടത്? നിങ്ങൾ നോക്കൂ, സമരക്കാരെന്താ ചെയ്യുന്നത്, പോലീസ് എന്താ ചെയ്യുന്നത്? നേരത്തെ ആർഷയോടൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത അതേ സമീപനം, കത്തിതാഴയുടെ മോനെ എന്ന് പറയുന്നത് പോലെ SFIക്കാരും ഗവർണർ തൊട്ടരികിലാണ്. ഞാൻ പറയട്ടെ, ഈ ഗവർണർ വരുന്നതിനേക്കാൾ ഒരു 15 മിനിറ്റ് മുമ്പ് ഈ SFIക്കാരെ മാറ്റിയാൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് എന്താ? അപ്പോൾ അതിനർത്ഥം ഇത് ആസൂത്രിതമായിട്ട് ഗവർണർക്കെതിരെ നടക്കുന്ന വേട്ടയാണ്. ആ വേട്ട ഇനി അനുവദിക്കില്ല. അത് SFIക്കാരും മനസ്സിലാക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നതായിരിക്കും SFIക്കും ഇടതുപക്ഷത്തിനുമൊക്കെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ രണ്ടുപേരിലേക്കും മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇനി ഇതിൽ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത്, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കാര്യങ്ങൾ പരാതിയായി പോയിട്ടുണ്ട് രാജ്ഭവനിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കേരളത്തിൽ ക്രമസമാധാന തകർച്ചയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പ്രശ്നമാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ ഗവർണർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ ശ്രീ ഹസൻ മുബാറക്, നോക്കൂ, ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാരിനെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ രാജ്ഭവൻ തുടങ്ങിക്കഴിഞ്ഞു. അത് ആരംഭിച്ചിട്ടുമുണ്ട്. അതായത് ഉപരാഷ്ട്രപതിയൊക്കെ വിളിച്ച് ഗവർണറെ വിളിക്കുന്നു, ആശങ്ക രേഖപ്പെടുത്തുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ ഇടപെടുകയാണ്. പ്രധാനമന്ത്രിക്ക് രാജ്ഭവനിൽ നിന്ന് പരാതി പോകുന്നു. അപ്പം തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നൊരു സമയമാണ്. BJP എങ്ങനെയെങ്കിലും ഒരു സുവർണാവസരം കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു പാർട്ടിയുമാണ്. അപ്പം അവരുടെ മുന്നിലേക്ക് ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞൊരു അവസരം കൊടുക്കണോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി SFIക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് ഇപ്പോൾ ഇന്നലെ തുടങ്ങിയ സമരമല്ല. ഇത് RSSും BJPയും കൃത്യമായി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കേരളത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതിലൊന്ന് കേരളത്തിൻ്റെ ക്രമസമാധാനം തകരുകയാണ് എന്ന് കാണിക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിനകത്തുള്ള ഭരണ സംവിധാനം അപ്പാടെ മോശമാണെന്ന് കാണിക്കണം. അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഭരണമാകെ തകർച്ചയാണ്. നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്തല്ലോ, ഈ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു, കേരളത്തിന് നൽകേണ്ട 54,000 കോടി രൂപ പണം നൽകാതെ കേരളത്തിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. കേരളവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 7-8 ബില്ലുകൾ ഗവർണറുടെ മുന്നിലേക്ക് ഒപ്പിടാൻ വേണ്ടി നിയമസഭ അയച്ചത് 2 കൊല്ലത്തോളമായി അത് പെൻഡിങ്ങിൽ വെച്ച് കേരളത്തിൻ്റെ ഭരണം തകർക്കാൻ കേരളത്തിൻ്റെ തന്നെ ഗവർണർ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, RSSനും BJPക്കും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സമരത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ നിലപാട് പ്രയോഗിക്കാൻ വേണ്ടി RSSന്റെ ആഹ്വാനപ്രകാരം കൃത്യമായി ഒരു ഗവർണർ നേരിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. സ്വാഭാവികമായ പ്രതിഷേധം, സ്വാഭാവികമായിട്ടുള്ള സമരം ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ പൊതുരൂപവും പൊതു സ്വഭാവവും വെച്ച് ഇതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നടക്കും. സമരം നടത്തേണ്ടതില്ല. ഗവർണറുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞങ്ങളെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുകയാണെന്ന്. SFIക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത്, കേരളത്തെ ഇത്തരത്തിൽ തകർക്കാൻ
കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുമ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ഒരു ജനകീയ ഭരണ സംവിധാനത്തിൻ്റെ ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളെയും വിദ്യാഭ്യാസ മേഖലയും ഒക്കെ തകർക്കുമ്പോൾ നോക്കിയിരിക്കാൻ ഞങ്ങളുടെ സംഘടനയ്ക്ക് കഴിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനുവേണ്ടി കേരളം തകരാതിരിക്കാൻ ഞങ്ങൾ ചുടുചോറോ തണുത്ത ചോറോ തണുപ്പല്ലാത്ത ചോറോ വാരാൻ ഞങ്ങളുടെ സംഘടന തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം ജനാധിപത്യപരമായിട്ടാണ്. ഇപ്പോൾ ഗവർണർ റോട്ടിലൂടെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 2 മാസത്തിനിടയിൽ എത്ര തവണ SFI ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു? ഇടുക്കിയിൽ കാണിച്ചില്ലേ, കഴിഞ്ഞ ദിവസം പാലക്കാട് കാണിച്ചില്ലേ, കോഴിക്കോട് കാണിച്ചില്ലേ, തൃശ്ശൂർ കാണിച്ചിട്ടില്ലേ? നിരന്തരം പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ മാത്രമല്ല, ജനകീയമായി ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്ഭവനിലേക്ക് ഇടുക്കിയിലുള്ള മനുഷ്യരിപ്പോൾ മാർച്ച് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്, അവരുടെ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അതുപോലെ സമയക്കുറവുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അവസാനമായി പ്രിന്റ് നോക്കൂ, ഇങ്ങനെ ഒരു മെസ്സേജ് കേരളത്തിൽ ക്രമസമാധാന തകർച്ചയുണ്ട്, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ BJP? അങ്ങനെ ഒരു മെസ്സേജ് സെന്ററിലേക്ക് കൊടുക്കുക, കേന്ദ്രത്തിലേക്ക് കൊടുക്കുക, അതാണോ ഇതിന്റെയൊക്കെ ഒരു ലക്ഷ്യം? അങ്ങനെയല്ലല്ലോ മേഡം. ഞങ്ങൾ ബോധപൂർവമായിട്ട് ഗവർണറെ തെരുവിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിച്ചതല്ലല്ലോ. ഗവർണർക്കെതിരെ ആസൂത്രിതമായിട്ട് അദ്ദേഹത്തെ തെരുവിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമാണ്. അപ്പോൾ സത്യത്തിൽ ഭരണകൂട ഭീകരത ഒരു ഗവർണറെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നോക്കൂ, അദ്ദേഹം ഒന്നിൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ഒരു ഗവർണറാണ്. അദ്ദേഹത്തിന് മിഠായി തെരുവിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണവും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ കേരള ജനത എങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ച് നമുക്കറിയാലോ. സത്യത്തിൽ കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ട്. സത്യത്തിൽ ഇപ്പോൾ പിണറായി വിജയന്റെ കർവ് മുഖ്യമന്ത്രിക്ക് മുകളിലേക്ക് ഒരു ഗവർണർ വളർന്നിരിക്കുന്നു. പൊതുവെ ഒരു നാർസിസ്റ്റ് സ്വഭാവമുള്ള പിണറായി വിജയന് സഹിക്കാൻ വയ്യ. ഒന്ന് നമുക്ക് കഴിഞ്ഞ നയപ്രഖ്യാപനത്തിൽ ഗവർണറുടെ സ്റ്റാൻഡ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ഭരണഘടനയുള്ള കമ്മിറ്റ്മെന്റ് അദ്ദേഹം പൂർത്തീകരിച്ചൊപ്പം തന്നെ അദ്ദേഹം നയപ്രഖ്യാപനത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ് വായിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ പൊള്ളത്തരങ്ങൾ ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കില്ല എന്നുള്ളൊരു ഒരു ഇച്ഛാശക്തി കൂടി അദ്ദേഹം കാണിച്ചൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും SFIക്കാരെ കൊണ്ട് തെരുവിലിറക്കിക്കൊണ്ട് കേരളത്തിലെ ക്രമസമാധാനം, ഇവർക്കൊരു ധാരണ SFIക്കാർക്ക്. നിങ്ങൾ നോക്കൂ, ഒന്ന് പറയാൻ അനുവദിക്കണം. ഇവരൊരു നമ്മൾ പറയും ഈ ഗവർണർക്കെതിരെ സമരങ്ങൾ പൊതുവെ കണ്ടുള്ള രാജ്ഭവന് മുമ്പിലുള്ള സമരങ്ങളാണ്. തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ഒരു സമരം നടന്ന രീതി കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. അങ്ങനെ അത് ആദ്യം ഇവർ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത് ഗവർണർക്കെതിരെയുള്ള സമരമല്ല, ചാൻസലർക്കെതിരെയുള്ള സമരമാണ്. കേരളത്തിൽ ഇതുവരെ കാണാത്ത ചില സംഭവങ്ങളാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു ഗവർണറും ഇടപെടുകയാണ്. വളരെയധികം നന്ദി ഹസൻ മുബാറക്, വളരെയധികം നന്ദി പ്രിന്റു, ഇത്രയും നേരം വന്നതിന്, അതിഥികളായിരുന്നതിന് വളരെയധികം നന്ദി.